വെൽക്കം. നമ്മൾ കോറിലേഷൻ കോഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കാൾ പിയേഴ്സൺ മെത്തേഡ് ഉപയോഗിച്ചു. അത് നമ്മൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റിൽ അല്ലെ മാർക്ക് അല്ലെങ്കിൽ ഹൈറ്റ് അങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റിന്റെ കോറിലേഷൻ കാണാനാണ് നമ്മൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. ആക്ച്വലി നമ്മളൊരു റിസർച്ചിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, ഇന്റർവെൽ സ്കെയിലില് അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോ സ്കെയിലില് മെഷർ ചെയ്ത റേഷ്യോ സ്കെയിൽ അല്ലെങ്കിൽ എന്താണ് ഓർഡിനൽ സ്കെയിൽ പറ്റില്ല ഒക്കെ മെഷർ ചെയ്ത, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിന്റെ കോറിലേഷൻ കാണാനാണ് നമുക്ക് കാൾ പിയേഴ്സൺ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കറിയാം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റാങ്ക് ചെയ്ത് കൊടുക്കാറില്ല. അതായത് ക്വാളിറ്റേറ്റീവ് ഫോമിലും ചില സമയത്ത് എന്ത് ചെയ്യും, ഡാറ്റ കിട്ടും. അങ്ങനെ ക്വാളിറ്റേറ്റീവ് ഫോമിലുള്ള വാരിയബിൾസിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. അതായത് റാങ്ക് ഓർഡിനൽ സ്കെയിൽ പറഞ്ഞാൽ നമ്മൾ റാങ്ക് ചെയ്തിട്ട് വാരിയബിളിനെ മെഷർ ചെയ്യണതിനെയാണ് നമ്മൾ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റാങ്കിന്റെ രൂപത്തിലുള്ള വാരിയബിളിനെ കോറിലേഷൻ കോഫിഷ്യന്റ് ഉപയോഗിക്കാനാണ് നമ്മൾ കോറിലേഷൻ കോഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് റാങ്ക് കോറിലേഷൻ. അത് നമ്മൾ സ്പിയേഴ്സ്മാൻ ആണ് അത് ഡെവലപ്പ് ചെയ്തത്. അതിനുള്ള ഫോർമുല, അതായത് when values of two variables are expressed in rank we will use സ്പിയേഴ്സ്മാൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്, അതായത് റാങ്ക് കോറിലേഷൻ. അങ്ങനെ റാങ്ക് കോറിലേഷൻ ആണെങ്കിൽ നമുക്ക് കോറിലേഷൻ കോഫിഷ്യന്റ് കാണാനുള്ള ഫോർമുലയാണ് 1 - 6 sigma d square divided by n into n square minus 1. റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. സ്പിയേഴ്സ്മാൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 1 - 6 sigma d square divided by n into n square minus 1. നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ വാരിയബിളില് ക്വാളിറ്റേറ്റീവ് ടേംസിലാണ് മെഷർ ചെയ്തിരിക്കുന്നതെങ്കിൽ, ലൈക്ക് ഇന്റലിജൻസ്, ബ്യൂട്ടി അങ്ങനെയുള്ള വാരിയബിൾസിന്റെ മെഷർമെന്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പിയേഴ്സ്മാൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. എക്സാമിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇത് അപ്ലൈ ചെയ്യാൻ, കാരണം അത് റാങ്കിലായിരിക്കും അതിന്റെ ഡാറ്റ തന്നിട്ടുണ്ടാവുക. ഈ 1 - 6 sigma d square എന്ന് പറയുന്നത് റാങ്ക് ഡിഫറൻസ് ആണ്. ഇത് ഒരെണ്ണം നടക്കണേക്കാട്ടിലും മുമ്പുള്ള റാങ്ക് തന്നിട്ടുണ്ടാവും, അതിന് ശേഷമുള്ള റാങ്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ജഡ്ജിമാരുടെ റാങ്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ റാങ്ക് ഡിഫറൻസ് ആണ് ഈ ഡി എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ദ റാങ്കിങ് ഓഫ് 10 individuals at the start and the finish of a course of training are as follows. ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള ഇൻഡിവിജ്വൽസിന്റെ റാങ്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ റാങ്കിലാണ് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു യൂസ് സ്പിയേഴ്സ്മാൻ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ റാങ്ക് കോറിലേഷൻ. അതെന്താ ഫോർമുല? 1 - 6 sigma d square divided by n into n square minus 1. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ബിഫോർ റാങ്കും ആഫ്റ്റർ റാങ്കും തന്നിട്ടുണ്ട്. നമുക്ക് ഫോർമുലയിൽ ഒരു ഡി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് ഡിഫറൻസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മള് റാങ്ക് ബിഫോർ ഇങ്ങനെ താഴത്തേക്ക് എഴുതുക, റാങ്ക് ആഫ്റ്ററും താഴത്തേക്ക് എഴുതുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ്. നമുക്കിവിടെ സൈൻ ഈസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ജസ്റ്റ് ആ ഡിഫറൻസ് മാഗ്നിറ്റ്യൂഡ് കിട്ടിയാൽ മതി. 6ഉം 1ഉം തമ്മിൽ 1 ട്രെയിനിങ്ങിന് മുമ്പ്, 6 ട്രെയിനിങ്ങിന് ശേഷം. അപ്പൊ എത്ര റാങ്ക് മാറ്റം വന്നു? 5 റാങ്കിന്റെ മാറ്റം വന്നു. അതാണ് 5. ഇവിടെ 6 8 6 - 2 8. അപ്പൊ 2. 3 - 3 3 തന്നെയാണ്. അപ്പൊ ഡിഫറൻസ് 0. ഇവിടെ 9 അത് 2 അപ്പൊ 9 - 2 7. 7 റാങ്കിന്റെ വ്യത്യാസം വന്നു. 5 7 അത് എത്ര റാങ്കിന്റെ വ്യത്യാസം വന്നു? 2 റാങ്കിന്റെ. 2 10 അപ്പൊ അവിടെ എത്ര റാങ്കിന്റെ വ്യത്യാസം വന്നു? 2 - 10 8. 7 5 അപ്പൊ എത്ര റാങ്കിന്റെ വ്യത്യാസം വന്നു? 7 - 5 2. 10 9 അപ്പൊ അത് എത്ര റാങ്കിന്റെ വ്യത്യാസം വന്നു? 10 - 9 1. 8 അത് 4 എത്ര റാങ്കിന്റെ വ്യത്യാസം വന്നു? 4. 4 അത് 1 അപ്പൊ എത്ര റാങ്കിന്റെ വ്യത്യാസം വന്നു? 3. അപ്പൊ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഇതുണ്ട്. സൈൻ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഫോർമുലയിൽ വേണ്ടത് എന്താണ്? ഡി സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് അവിടെ സൈൻ ഇമ്പോർട്ടന്റ് അല്ലാതെ. ഇവിടെ -5 എഴുതിയാലും ഡി സ്ക്വയർ എന്തായിരിക്കും? 25 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ റാങ്ക് മെൻഷൻ ചെയ്യാത്തത്. അപ്പൊ ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4, 0ന്റെ സ്ക്വയർ 0, 7ന്റെ സ്ക്വയർ 49, 2ന്റെ സ്ക്വയർ 4, 8ന്റെ സ്ക്വയർ 64, 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9.
ഈ ഡി സ്ക്വയറിന്റെ ടോട്ടൽ ഇടുക. വി നീഡ് സിഗ്മ ഡി സ്ക്വയർ. എത്ര വരിക? 176 ഈ കോളത്തിന്റെ ടോട്ടൽ. ഈ റാങ്ക് കോറിലേഷന്റെ ഫോർമുല എന്താണ്? 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഈ 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ എത്ര കിട്ടിയത്? 176 ഡിവൈഡഡ് ബൈ n എത്രയാണ്? 1 2 3 4 5 6 7 8 9 10. അപ്പൊ n 10 ഇൻറ്റു 10ന്റെ സ്ക്വയർ 100 മൈനസ് 1. അപ്പോൾ 1 മൈനസ് 6 ഇൻറ്റു 176 1056 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഒന്നും ചെയ്ത് വെക്കരുത്. എന്നിട്ട് 10 കൊണ്ട് 100 മൈനസ് 1 എത്ര വരിക? 99. 99 ഇൻറ്റു 10 990. അപ്പൊ 1 മൈനസ് 1056 ബൈ 990 ചെയ്യും. അപ്പൊ 1.07 കിട്ടും. 1 മൈനസ് 1.07 ആണ് മൈനസ് 0.07. ഇത് ചെയ്തിട്ട് വേണം അതൊന്ന് ഒന്ന് കുറയ്ക്കാൻ കേട്ടോ. ഈ ഡിവിഷൻ ചെയ്തിട്ട് അതൊന്ന് ഒന്ന് കുറയ്ക്കാം. 1 മൈനസ് 1.07 1056 ബൈ 990 കാൽക്കുലേറ്റ് ചെയ്തിട്ട് 1 മൈനസ് 1.07 ചെയ്താൽ വി വിൽ ഗെറ്റ് ദ 0.07. ഇവിടെ 1 മൈനസ് 1.07 ആയ കാരണം ഇതാണ് വലുത്. അപ്പൊ നെഗറ്റീവ് കോറിലേഷൻ ആണ്. -0.07 ആയി. ഇനി ഇവിടെ 1നേക്കാട്ടിലും കുറവാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ അല്ലേ 1.07 അല്ലേ 1നേക്കാട്ടിലും വലുത്. അപ്പൊ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുമില്ല, റാങ്കുകൾ എടുത്ത് എഴുതുക, അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ ടോട്ടൽ കാണുന്നത് ജസ്റ്റ് അത് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 അപ്ലൈ ചെയ്യുക. ഇനി അടുത്തൊരു പ്രോബ്ലം ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയ പ്രോബ്ലം ആണ്. അപ്പൊ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ഇതെന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു 10 കോമ്പറ്റീറ്റേഴ്സിന്റെ ബ്യൂട്ടി കോntest ആണ്. 3 ജഡ്ജിമാർ റാങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റാങ്ക് എന്താണ്? അതിന്റെ റാങ്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ ജഡ്ജ് കൊടുത്ത റാങ്ക് ഉണ്ട്, രണ്ടാമത്തെ ജഡ്ജ് കൊടുത്ത റാങ്ക് ഉണ്ട്, മൂന്നാമത്തെ ജഡ്ജ് കൊടുത്ത റാങ്ക് ഉണ്ട്. ഓരോ 10 പേർക്ക്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഏത് പെയർ ഓഫ് ജഡ്ജ് ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോമൺ ടേസ്റ്റുകൾ റെക്കഗ്നൈസ് ചെയ്തതെന്നാണ് അർത്ഥം. അപ്പൊ രണ്ടുപേരുടെ ഗ്രൂപ്പായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആദ്യത്തെ ജഡ്ജും രണ്ടാമത്തെ ജഡ്ജും തമ്മിലുള്ള കോറിലേഷൻ കോഫിഷ്യന്റ് കാണുക. രണ്ടാമത്തെ ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും തമ്മിലുള്ള കോറിലേഷൻ കോഫിഷ്യന്റ് കാണുക. അതുപോലെ ഒന്നാമത്തെ ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും തമ്മിലുള്ള കോറിലേഷൻ കോഫിഷ്യന്റ് കാണുക. ഒന്നുമില്ല, നമ്മളത് പെയർ ചെയ്യുക. 1 2 3 പേരുണ്ട്. A B C 3 ജഡ്ജിമാരാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അറിയേണ്ടത് ആരൊക്കെ തമ്മിലാണ് ഏറ്റവും നല്ല കോറിലേഷൻ ഉള്ളത് എന്നാണ് അറിയേണ്ടത്. ഏറ്റവും കൂടുതൽ ടേസ്റ്റുകൾ, ഏറ്റവും ഒരുപോലെ ആളുകളെ റാങ്ക് ചെയ്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരുടെ കോമ്പിനേഷൻ ഉണ്ടാക്കണം. എയും ബിയും തമ്മിൽ, ബിയും സിയും തമ്മിൽ. ഇനി ബാക്കി ആര് തമ്മിലുള്ളത്? എയും സിയും തമ്മിൽ. അതുപോലെയാണ് ആദ്യത്തെ ജഡ്ജും രണ്ടാമത്തെ ജഡ്ജും, രണ്ടാമത്തെ ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും, പിന്നെ ആദ്യത്തെ ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും. അപ്പൊ അങ്ങനെ നമ്മൾ പെയർ ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ ജഡ്ജും രണ്ടാമത്തെ ജഡ്ജും പെയർ ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ റാങ്ക് ഡിഫറൻസ് കാണുക, എന്നിട്ട് കോറിലേഷൻ കാണുക. ആദ്യത്തെ ജഡ്ജും അവസാനത്തെ ജഡ്ജും തമ്മിലുള്ള പെയർ ഉണ്ടാക്കുക, റാങ്ക് ഡിഫറൻസ് കാണുക, എന്നിട്ട് റാങ്ക് കോറിലേഷൻ കാണുക. പിന്നെന്താണ്? രണ്ടാമത്തെ ജഡ്ജും മൂന്നാമത്തെ ജഡ്ജും തമ്മിലുള്ള പെയർ ഉണ്ടാക്കുക, റാങ്ക് ഡിഫറൻസ് കാണുക, എന്നിട്ട് അതിന്റെ കോറിലേഷൻ കാണുക. എന്നിട്ട് ഏതിനാണ് ഏറ്റവും കൂടുതൽ കോറിലേഷൻ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഏത് ജഡ്ജിന്റെ പെയറിനാണ് ഏറ്റവും കൂടുതൽ കോറിലേഷൻ നോക്കുക. അപ്പൊ ആ ജഡ്ജിന്റെ പെയറാണ് എന്ത്? സിമിലാരിറ്റി ഉള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. അപ്പൊ ഒരു 3 വട്ടം ആ ഫോർമുല സോൾവ് ചെയ്യാലോ. അപ്പൊ അതൊന്ന് തന്നെ ചെയ്തു നോക്കൂ. താങ്ക് യു.